അധികം ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ലാസ്റ്റ്. ഞങ്ങൾ കുറെ ശരിക്കും ഒരു നമ്മുടെ ആ ടൈം പീരീഡിലൂടെ പോകുന്ന സ്കൂള് കോളേജ് ആ ഒരു ഉണ്ടാകുന്ന ലവ് സ്റ്റോറീസ് ഒക്കെ ഒരൊറ്റ സീനിൽ നമ്മളിങ്ങനെ നൊസ്റ്റാൾജി പോലെ ഒരു പോകുന്നൊരു ട്രാക്ക് ഉണ്ടല്ലോ. ശരിക്കും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പല പല ഓർമ്മകൾ, ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് മെമ്മറീസ്. ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നു അത് ഫീൽ ചെയ്തപ്പോൾ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് അത് പടം ഇഷ്ടപ്പെട്ടോ? താങ്ക് യു, വന്നതിന് താങ്ക് യു സോ മച്ച്. സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് എനിക്ക് ഈ പോയിന്റ് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. ഇപ്പം നമുക്ക് ഒരു പ്രേമം സ്കൂൾ ടൈമിലോ എപ്പോഴെങ്കിലും ഒരു പ്രേമം ഉണ്ടായിരിക്കുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കഥയായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നിയത്. അതിനുശേഷം അതിനൊരു ക്ലോഷർ കിട്ടുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ മദൻ നെറേറ്റ് ചെയ്തതും ഭയങ്കര രസമായിട്ടാണ്, ഇതിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് ആൾ നെറേറ്റ് ചെയ്തത്. സോ എനിക്കതിൻ്റെ ഒരു ഭാഗമാവണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ എത്തിയത്. സൗന്ദര്യം റൈറ്റ് കോൾ. രജനികാന്ത് സാർ പടം பார்த்துட்டு என்ன சொன்னாங்க? மீன்ஸ் he came for the premiere which is a very rare incident. So என்ன சொன்னாங்க படம் பார்த்துட்டு? First of all, thank you for coming. A very good evening to all of you. I'm very happy that we sat and watched the film with all of you to see the places you laughed in and you clapped in. It was wonderful. And I think Thambi and I are going to take Anaswara with us to Tamil cinema permanently. We're so happy. We're working with her and we're so proud of how she's done. I'll come to your question. I didn't forget that. And also, Abhi, thank you for Tourist Family accepting him as a director, and I hope you accept him as a hero as well. And for Thambi, me and Madan, please give us the same love you gave Tourist Family. So to you, Appa watched the film yesterday, yes, and it was such an amazing feeling for all of us as a team. Appa's energy is so amazing. So when he came with that energy to watch our film, and he really liked it. And when I went to see him after that, he's like, super hit karna, sure shot. So that's what makes us very happy. So how was it from the beginning? Madan, more than a director, he is my close friend. So Tourist Family oda co-director is Madan. So I known him from a long time. So konjam enak is comfortable da. So enadha irundhalum Madan ku I mean ungalku ஒரு comfort zone irundhuchu. So அது ஈஸியா தான் இருந்துச்சு, எந்த ப்ராப்ளமும் இல்லை. எங்களுக்கு எங்கள் சீனியர் ஆக்டர் யார் அனஸ்வரா பார்க்கும்போது தான் கொஞ்சம் பயமாக இருந்துச்சு. மற்றபடி சில் தான். Bro, viral in lot of places. So வைரலா? Thank you. Getting lot of attention. So what is the secret behind that dance steps? சீக்ரெட்டா தெரியல. ஐ திங்க் கொரியோகிராஃபர் மாஸ்டர் அவரோட ടീച്ചിങ് தான். ദാറ്റ്സ് ഇറ്റ്. അനശ്വര, ഇന്നലത്തെ പ്രശ്നം കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ പുതിയ ക്രഷ് ആണെന്നൊക്കെ എല്ലാവരും പറയണേ. അപ്പോൾ അങ്ങനത്തെ കുറേ കമൻസ് ഒക്കെ വന്നു തുടങ്ങിയോ? കാരണം ഇത് ഭയങ്കര ഡ്രീം റോളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള റോളാണ്. ശരിക്കും അതിൻ്റെ ഒരു ഫുൾഫിൽമെന്റ് എന്തോരം ഉണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും? വളരെയധികം. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ലാസ്റ്റ്. ഞങ്ങൾ കുറേ അവിടെ തമിഴ്നാട്ടിൽ കുറേ ഡയറക്ടേഴ്സ് പടം കണ്ടു, അവരുടെ അഭിപ്രായം അറിയിച്ചു. പക്ഷെ അല്ലാതെ നമുക്ക് ഓഡിയൻസിന് എടുക്കുന്ന ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ ടോട്ടൽ ഒരു തിയേറ്ററിലിരുന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ പ്രീമിയറിൻ്റെ അടുത്തുനിന്നായിരുന്നു. അപ്പോൾ പ്രസ് പടം കണ്ടു. അപ്പോൾ അവർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുണ്ട്. ആ ചിരി മുഖത്ത് കാണാം. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് പറയുന്നല്ലാതെ അവരുടെ മുഖത്ത് ആ ചിരി കാണാം, അവരുടെ ആ ഒരു ഫുൾഫിൽമെൻറ്റ് കാണാം. പടം കണ്ട് അവർ എൻജോയ് ചെയ്ത് ഇറങ്ങിയതിൻ്റെ ആ സന്തോഷം അവരുടെ മുഖത്ത് കാണാമായിരുന്നു, ജെന്യൂനായിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നി. കാരണം പടം ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കഥ ഞാൻ കേട്ടപ്പോൾ തൊട്ട് എനിക്കൊരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ആ ഷൂട്ട് തുടങ്ങിയതാണെങ്കിലും മൊത്തം അത് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒരു അതിൻ്റെ വർക്ക് നടക്കുമ്പോഴായിരുന്നെങ്കിലും എനിക്ക് ഉള്ളിൽ മൊത്തം ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അതൊരു നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ മറ്റന്നാൾ പടം ഇറങ്ങുമ്പോൾ ഓഡിയൻസിൻ്റെയും കൂടി അറിയുമ്പോൾ എനിക്ക് അത് ഐ എം പ്രിറ്റി ഷുവർ അതൊരു നല്ല റെസ്പോൺസ് തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുന്ന് അങ്ങനൊരു റെസ്പോൺസ് കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. റൈറ്റ് നൗ ഐ ഫീൽ സോ ഓവർവെൽംഡ്.